ഇന്നൊരു കല്യാണത്തിന് പോയി ഫുഡ് അടിച്ചതിന്റെ വീഡിയോ ആയാലോ? എന്റെ ഫ്രണ്ടിന്റെ അനിയന്റെ കല്യാണമായിരുന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള വെൽക്കം ഡ്രിങ്ക്സും അതേപോലെ നഗറ്റ്സും കാര്യങ്ങളും. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ മെയിൻ ഹാളിലേക്കുള്ള പ്രവേശനമായിരുന്നു. എന്തായാലും ഹാളും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറുക്കൻ ചത്തല കണ്ണു കോഴിക്കോട്ടിലേക്ക് എന്ന് പറഞ്ഞ പോലെ നമ്മളെപ്പോഴും ഡൈനിങ് ഹാളിലേക്കുള്ള നോട്ടായിരുന്നു. നിക്കാഹ് ചെയ്യാതെ ഫുഡ് എടുക്കൂലെന്നിരുന്നത്. പിന്നെ പുറത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ വളരെയധികം സന്തോഷമായി. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ട കാഴ്ച നല്ല അടിപൊളിയായിട്ട് ഷവായ മെഷീനുകൾ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഷവായ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കും. ഫുഡ് വരുമെന്ന് ചോദിച്ചപ്പോൾ ഫുഡിന്റെ ആൾക്കാർ പറഞ്ഞു മേലെ നിന്ന് ഓർഡർ കിട്ടാതെ ഫുഡ് വിളമ്പാനായിട്ടില്ല എന്നാണ്. പിന്നെ വിശപ്പിന്റെ അസുഖം നമുക്കുള്ളതുകൊണ്ട് പിന്നെ തീരെ ക്ഷമയില്ലായിരുന്നു. പിന്നെ നമ്മൾ പിന്നെ ഫുഡ് വിളമ്പി വെച്ച ഫുഡ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. എന്തായാലും നല്ല സെറ്റപ്പായിട്ട് കാര്യങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കില്ല, നമ്മൾ നേരെ ഇറങ്ങി. ആദ്യം തന്നെ കുട്ടൻ ബിരിയാണിയാണ് ഓർഡർ ആക്കിയത്. എന്താ സാധനം! പിന്നെ ഓരോന്നോരോന്ന് എടുത്ത് കഴിക്കുന്ന ശീലമായതുകൊണ്ട് പിന്നെ ഒന്നായിട്ട് പ്ലേറ്റിലേക്ക് ഇടാൻ നിന്നില്ല. ഓരോ ആദ്യം വന്ന് ഷവായ, പിന്നെ അത് ഉഷാറാക്കി കഴിക്കുന്നതിനിടയിൽ മന്തിക്ക് കൂട്ടിന് ഞാൻ പിന്നെ കഴിച്ചത് ചിക്കൻ കൊണ്ടാട്ടായിരുന്നു. അതേപോലെ തന്നെ ബീഫ് കേത്തലും. എന്തായാലും മന്തിക്ക് പറ്റിയ കൂട്ടായതുകൊണ്ട് നല്ലോണം വെട്ടി. പിന്നെ അതിന് ശേഷം എന്ത് കഴിക്കുന്നുള്ള നോട്ടത്തിലായിരുന്നു ചിക്കൻ ഫ്രൈഡ് റൈസ് ഇട്ടായിരുന്നു. ഫ്രൈഡ് റൈസ് എടുത്ത് കഴിക്കാൻ നോക്കിയപ്പോൾ സാധനം അടിപൊളി. പിന്നെ ഒരു ചിക്കൻ ഷവായ പീസ് വീണ്ടും വാങ്ങിയിട്ട് നല്ലോണം കഴിച്ചു. പിന്നെ ഒരു പുറത്തേക്കാണ്ട് ഇറങ്ങി. അപ്പൊ നോക്കുമ്പോൾ അത് ആൾക്കൂട്ടം. പിന്നെ എന്താ സംഭവം, അവിടെ കുറച്ച് മധുരവും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ഇതുണ്ടോ നമുക്ക് കഴിക്കാൻ കഴിയുന്നത്. പിന്നെ നമ്മൾ ഒറ്റയടിക്കാണ്ട് മുണങ്ങൽ തന്നെ, അതല്ലേ നമുക്ക് ബലിപ്പാന്റെ തട്ടൽ കണ്ടാൽ തന്നെ അറിയാം പെരീന്ന് മധുരം കൊടുക്കില്ല, ഷുഗർ ഉണ്ട് എന്നുള്ളത്. അപ്പൊ നല്ലോണം തട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് മധുരം ഞാനും കൂടെ കഴിച്ചാണ് പിന്നെ നേരെ ഹാളിലേക്ക് ഇട്ടു. അപ്പൊ അതാ ചെക്കന്റെ ഏട്ടൻ വന്നിട്ടുണ്ട്. ചെക്കന്റെ ഏട്ടനാണ് ആകെ ബേജാറായി എടുക്കുന്നത് ചെക്കനേക്കാളും. പിന്നെ നമ്മൾ നേരെ ചെക്കനെ കാണാൻ പോയി. തിന്നല് മാത്രമല്ലല്ലോ പരിപാടി, ചെക്കനെ കാണണല്ലോ. ചെക്കനെ ട്രൗസർ ഇട്ട് എടുക്കുന്ന കാലത്ത് കണ്ടതാ, പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. എന്തായാലും ചെക്കന് പെണ്ണ് കിട്ടിയപ്പോ പിന്നെ ആരെയും വേണ്ട, അവനൊറ്റക്കായി. പിന്നെ നേരെ പുറത്തിറങ്ങി. നല്ല മഴയത് തണുപ്പുള്ളതുകൊണ്ട് പിന്നെ കളർഫുൾ ആയിട്ടുള്ള കുറച്ച് ചായ അടിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഗ്രീൻ ക്യാപ്പിളിന്റെ ഒരു ചായ വാങ്ങിയിട്ട് നമ്മൾ നേരെ കുടിച്ചിട്ട് നേരെ സലാമത്താക്കി.